എല്ലാവർക്കും നമസ്കാരം. മൈൻസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 ചതയം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നോക്കാം. Emperor energy, 9 of Cups, 7 of Pentacles, Princess of Wands, Lovers energy, and 4 of Cups. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം ഉത്സാഹഭരിതരായിരിക്കും. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ, ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ വിവാഹിതരല്ലാത്തവരാണെങ്കിൽ വിവാഹ സാധ്യതകൾ, സൂചനകൾ തരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നുവെങ്കിൽ ഡൗറി ബന്ധപ്പെടുത്തിയിട്ടുള്ള, അതായത് നിങ്ങൾ സ്ത്രീധനം മോഹിച്ചിട്ട് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അഥവാ സ്ത്രീധനം ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കുന്നില്ല എങ്കിൽ വിവാഹശേഷം സ്ത്രീധനം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീധനം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വിവാഹ സമയത്തൊരു പക്ഷെ നിങ്ങൾക്ക് അത് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് ചോദിക്കുക എന്നുള്ള രീതിയിലൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. ഒരു വിവാഹം രണ്ടുപേര് തമ്മിലുള്ള ആ ഒരു നല്ലൊരു ബന്ധം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ചോദിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ബന്ധുക്കളോ ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. കാരണം ഇവിടെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മറ്റാരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷമുള്ള തെറ്റിദ്ധാരണകളൊക്കെ വരാനുള്ള സാഹചര്യം, നിങ്ങളുടെ വിവാഹ ജീവിതം ഒത്തിരി കാത്തിരുന്നിട്ടുള്ള വിവാഹ ജീവിതത്തിന് പ്രശ്നങ്ങൾ വരാം. നിങ്ങളുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അല്ല എന്നുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ പറയാം. കാരണം ആ ഒരു വിവാഹബന്ധത്തിലേക്ക് പോകേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീധനം കൊണ്ടിട്ട് വിവാഹം തെറ്റിപ്പോകാനുള്ള ഒരു സാഹചര്യം ചില ആളുകളിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു. അതേപോലെ പ്രമോഷൻ, അതേപോലെ ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ജോലിയിൽ ഉന്നമനം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ നാവ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ നല്ല രീതിയിലായിരിക്കും കാര്യങ്ങൾ, നിങ്ങൾ ദേഷ്യപ്പെടുന്ന ഒരു രീതിയിലായിരിക്കില്ല, നല്ല രീതിയിലായിരിക്കും പറയുന്നത്. പക്ഷെ അത് പല രീതിയിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ളൊരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 9 ഓഫ് കപ്സ് എനർജിയാണ്. 9 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ വിഷ് കം ട്രൂ കാർഡാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ആഗ്രഹ സഫലീകരണം എന്നുള്ളത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ആരാണ്, എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ, എന്ത് കാര്യത്തിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, അതിലും മുന്നേറാൻ സാധ്യമാകുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് ഈ ഒരു സമയം. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനം. അപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസം ഏകദേശം +2 പൂർത്തിയാക്കി വിദേശത്ത് പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശത്ത് പോയിട്ട് പഠിക്കാൻ പറ്റുന്നതിന്റെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വിദേശവാസയോഗം കാണിക്കുന്നുണ്ട്. ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കുറച്ച് നാളുകളായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ആ ഒരു ആഗ്രഹം സബലീകരിച്ചതിന്റെ സന്തോഷമുണ്ട്. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. സൗഹൃദം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ജീവിതത്തിലെ പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ, ആഗ്രഹിച്ച രീതിയിലേക്ക് കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. ചില ആളുകൾ, നിങ്ങളുടെ പാരന്റ്സ് ചിലപ്പോൾ ഒരു കൺസർവേറ്റീവ് ചിന്താഗതിയായിരിക്കും, പഴയ ചിന്തയിൽ ഉള്ള വ്യക്തികളായിരിക്കും. പക്ഷെ പല കാര്യങ്ങളിലും നിങ്ങൾ, അതായത് വിദ്യാഭ്യാസ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ അവരെ പുതിയൊരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ
പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ 7 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. 7 ഓഫ് പെന്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു സാമ്പത്തിക അടിത്തറ നിങ്ങൾക്ക് ഒത്തിരി നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യമായിരിക്കാം. ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായിട്ടുള്ള ഉന്നമനം കൊണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തുന്നതാവാം. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചില ആളുകൾ അല്ലെങ്കിൽ പൊതുവെ പല ആളുകളും ഇപ്പോഴും ആ പഴഞ്ചൻ ചിന്താഗതിയിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ കുടുംബം എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചില പുരുഷന്മാരാണെങ്കിൽ ഭാര്യ മക്കൾ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടെല്ലാം ചെലവാക്കുക, അവർക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊന്നും ആവശ്യമില്ല, എല്ലാം ഇവർക്ക് വേണ്ടി ചെലവാക്കുന്നു എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും മാറ്റി വയ്ക്കുക. സേവ് ചെയ്യുന്നത് നല്ലതാണ്, ഫാമിലി ജനറലായിട്ട് സേവ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്കായിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കുന്നത് നല്ലത് തന്നെയാണ് എന്നുള്ളത്. ഇവിടെ സ്വാർത്ഥതയും ഒന്നും വരുന്ന കാര്യമല്ല, കാരണം അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് മാറ്റി വെക്കുക, ഹാർഡ് വർക്ക് ചെയ്യുകയും നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കുകയും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതികളിൽ ഒരു പക്ഷേ വർക്ക്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജോലിയിൽ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ്, അതിന് നിങ്ങൾ പുറത്ത് പോയിട്ട് പാർട്ടി അങ്ങനത്തെ ഒരു ഇത് ചെയ്യണമെന്നുള്ളതല്ല. കുറച്ച് സ്പേസ് നിങ്ങൾക്കായിട്ട്, മെഡിറ്റേഷൻ ആണെങ്കിൽ മറ്റു കാര്യങ്ങൾ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം, ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത്. വീട്ടിൽ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലിരിക്കാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഒറ്റയ്ക്കിരിക്കുക, അല്ലെങ്കിൽ ഗാർഡനിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ചിത്രം വരയ്ക്കുക, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസും ടൈമും കണ്ടെത്തേണ്ട അനിവാര്യതയുണ്ട്. കാരണം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. പ്രത്യേകം എടുത്തു പറയുന്നു. ബിസിനസ് അവസരങ്ങൾ വരുന്നുണ്ട്, ബിസിനസ് സംബന്ധമായിട്ടുള്ള. അപ്പോൾ ബിസിനസ് നിങ്ങളിപ്പോൾ ഒരു ജോലിയാണ് ചെയ്യുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം 9 to 5 ജോബാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. നിങ്ങൾ ഒത്തിരി എക്സോസ്റ്റഡ് ആണ്, പക്ഷെ കുടുംബത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെ. കുടുംബത്തിനും കാര്യങ്ങൾ നോക്കുക, പക്ഷെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി നോക്കുക. ബിസിനസ് അവസരങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ ആ അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ, അതായത് ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടാൻ പറ്റും, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നേറാൻ പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പ്രിൻസസ് ഓഫ് വോൺസ് എനർജി ആണ് ഈ ഒരു എനർജി. പ്രിൻസസ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ കാര്യങ്ങൾ, ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ കാര്യങ്ങൾ പിന്നീട് ലഭിക്കുമ്പോഴുള്ള ഒരു അന്ന് ആഗ്രഹിച്ചതാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതേപോലത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ബാല്യത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, അന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്കുണ്ടായിട്ടില്ലാത്ത കാര്യങ്ങൾ. ഈ ഒരു സമയത്തായിരിക്കും നിങ്ങളത് ആദ്യമായിട്ട് കാണുന്നതോ അല്ലെങ്കിൽ മേടിക്കുന്നതോ കഴിക്കുന്നതോ ആയിട്ടുള്ളൊരു സാഹചര്യം. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവം, ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പഴയ കാലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ ആ ഒരു സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങളും കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനം തരുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകതരം സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്നതായിട്ടുള്ള സൂചനയും തരുന്നുണ്ട്. വിവാഹം നേരത്തെ പറഞ്ഞിരുന്നു, വിവാഹ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല നല്ല ബന്ധങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിൽ നല്ലൊരു സമയം, നല്ല സന്തോഷം തരുന്ന സമയമാണ്. പൊതുവിൽ കുടുംബം, കുട്ടികൾ, മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരാണെങ്കിൽ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു പ്രണയവും സ്നേഹവും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ അവസരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സമയം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനുള്ള അവസരം കിട്ടുകയാണ് നിങ്ങളോടൊപ്പം തന്നെ എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. പലപ്പോഴും വേറെ പല കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഒരു പ്രായം കഴിഞ്ഞാൽ ആവശ്യമില്ല. പിന്നെ അച്ഛനമ്മയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങളായി മാറുകയാണ്. ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ പ്രണയിതാക്കൾ എന്നുള്ളൊരു ഇത് അവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരിച്ചു വരികയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള ആ പ്രണയം തിരിച്ചു വരുന്നു എന്നുള്ളത്.
ഇതിപ്പോൾ നിങ്ങൾക്ക് 85 വയസ്സായാലും 60 വയസ്സായാലും 45 വയസ്സായാലും ആ ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളവരെ സംബന്ധിച്ചാണിത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ പ്രണയം എപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും, വിവാഹം അടുത്തിടയ്ക്ക് കഴിഞ്ഞവരാണെങ്കിൽ. ഈ ഒരു സാഹചര്യം ചില ആളുകൾക്ക് ബാധകമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ 4 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ സ്വയം നിങ്ങളെ താഴ്ത്തി കാണുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ താഴ്ത്തി കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതം നയിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ താഴ്ത്തി കണ്ട് നിങ്ങൾ ഇങ്ങനെയല്ലാത്തതോ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പല ആളുകൾ ശ്രമിച്ചേക്കാം. അതിപ്പോൾ ചില ആളുകൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ആവും. അങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് അങ്ങനെയുള്ള മുതലെടുപ്പുകൾക്ക് നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവും ആരോഗ്യവും നല്ല സ്ഥിതിയുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.